ഞങ്ങൾ ജീവനസഭയുടെ ഭാരവാഹികളാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പൂന്തുറ ശ്രീകുമാർ, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പനത്തുറ ബൈജു, എൻ്റെ പേര് വി ദിനകരൻ, ജനറൽ സെക്രട്ടറി. ഞങ്ങൾ ഓഗസ്റ്റ് 7-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സത്യാഗ്രഹം ജീവനസഭയുടെ ആഭിമുഖ്യം നടത്തുന്നുണ്ട്. 10 ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അടുത്ത് നിയമസഭയിൽ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ജാതി തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിച്ചു. ഉബൈദുള്ള MLA ചോദ്യത്തിന് കൊടുത്തൊരു മറുപടിയാണ്. അപ്പോൾ അതിലൊരുപാട് അപാകതകൾ കടന്നുകൂടിയിട്ടുണ്ട്. ചില വിഭാഗങ്ങൾക്ക് അമിതമായ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. 35ഓളം സമുദായങ്ങൾക്ക് 9-ന് താഴെ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് പ്രാതിനിധ്യം. ഒരാൾ മുതൽ 1, 2, 3 എന്നുള്ള രീതിയിൽ 9, 10-ന് താഴെ 215 വിഭാഗങ്ങളുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ 35 വിഭാഗങ്ങൾക്ക് ഈ 10-ന് താഴെ പ്രാതിനിധ്യമാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ഒരു സമുദായത്തിൽ കിട്ടിയ പ്രാതിനിധ്യമാണ്, സംവരണ സമുദായങ്ങളാണ് അവയൊക്കെ. ആകെ 5,40,423 ജീവനക്കാർ ഉണ്ടെന്നാണ് കണക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ജനറൽ സീറ്റിൽ 1,96,837 36.08% ജനറൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. OBC വിഭാഗത്തിന് 2,85,335 52.31% OBC മൊത്തം കിട്ടിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിനാണെങ്കിൽ 9.49% അവർക്ക് 10% സംവരണം ഉള്ളതാണ്. പട്ടിക വർഗത്തിനാണെങ്കിൽ 1.92% അവർക്ക് സംവരണം 2% ഉള്ളതാണ്. മുന്നോക്ക ക്രിസ്ത്യൻസിനാണെങ്കിൽ 13.51% കിട്ടിയിട്ടുണ്ട്. നായർ വിഭാഗത്തിന് 19.80%, മുസ്ലിം 13.52%, ഈഴവ 21.09%. ഇങ്ങനെ പോകുന്ന കണക്ക്. ഞങ്ങൾക്കാണെങ്കിൽ 1.5% ആവറേജ് സംവരണമുണ്ട്. ആ സംവരണത്തിൽ 1.25% മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. സംവരണത്തിൽ പോലും പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. സംവരണം കിട്ടിയിട്ടാണ് പിന്നെ മെരിറ്റ്. ആ സംവരണത്തിൽ പോലും അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. ഇതിൽ 8,181 സ്ഥാനമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത്. കിട്ടിയത് 6,818. 1,363 സംവരണം അനുസരിച്ചുള്ള പ്രാതിനിധ്യം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ചില വിഭാഗങ്ങൾക്ക് ഇപ്പോൾ പിന്നെ അമിതമായിട്ട് കിട്ടിയിട്ടുണ്ട്. സംവരണ സീറ്റുള്ളവർക്ക് തന്നെ 12% ഉള്ളവർക്ക് 21% കിട്ടിയിട്ടുണ്ട്. മെരിറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. 11% ഉള്ളവർക്ക് 13% കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അവർക്ക് മെരിറ്റിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ വിഭാഗങ്ങളിൽ കണക്ക് പരിശോധിച്ചാൽ സംവരണ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെരിറ്റ് സീറ്റിൽ ആർക്കെങ്കിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലി കിട്ടിയാൽ അത് സംവരണ കോട്ടയിൽ ഉൾപ്പെടുത്തിവിടും. സംവരണ കോട്ടയിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും സംവരണ കോട്ട അനുസരിച്ചുള്ള പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നിലവിലുള്ള സംവരണം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും പോലും കിട്ടായിരുന്നത്, പ്രാതിനിധ്യം പോലും കിട്ടായിരുന്നത്? മെരിറ്റ് രണ്ടാമത്. പിന്നെ മെരിറ്റ് വരുന്ന എന്തുകൊണ്ടാണ് സംവരണ സീറ്റ് കോട്ടയിലേക്ക് പരിഗണിക്കപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷിക്കണം. അത് തന്നെയുമല്ല, ഈ നിയമാനുസരണം സംവരണം കിട്ടേണ്ട വിഭാഗങ്ങൾക്ക് കിട്ടാത്ത വിഭാഗങ്ങളുണ്ട്. അവർക്ക് അർഹമായ കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തണം എന്നൊരാവശ്യം കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ദിവസം ഒരു അപാകതയുള്ളത്, ക്ലാസ് 1, 2, 3, 4 ആണുള്ളത്. ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഭാഗങ്ങൾ പലർക്കും ക്ലാസ് 4-ലാണ് പ്രാതിനിധ്യം കിട്ടിയിരിക്കുന്നത്. ക്ലാസ് 1, 2, 3 പ്രാതിനിധ്യം വളരെ കുറവുമാണ്.
ഇങ്ങനെ ഒരുപാട് അപാകതകൾ ഇതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. നമ്മൾ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സമുദായത്തിന് ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു കേരളത്തിൽ. അത് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ്. 3 സ്ഥാപനങ്ങളിൽ കൂടിയാണ്. 315 സ്ഥാപനങ്ങളാണ്. 315 സ്ഥാപനങ്ങളിൽ ഒരു സമുദായത്തിന് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ 2 പേര് കിട്ടുക, 3, അങ്ങനെ 35 സമുദായങ്ങളൊക്കെ ആ വിഭാഗങ്ങളുണ്ട്. ആ ഒരു അവസ്ഥയാണുള്ളത്. ആ ഒരു അനോമലി പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഞങ്ങൾ OECയിൽ പഠിച്ചിട്ടുള്ളതാണ്. പട്ടികജാതി വിഭാഗങ്ങളുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം ധീവര സമുദായത്തിന് കിട്ടുന്നുണ്ട്. ഞങ്ങൾ വേറെ ചില സമുദായങ്ങളുണ്ട്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം കുടിശ്ശിക കിടക്കുകയാണ്. ഇപ്പോൾ 23-24 കുടിശ്ശിക ഉള്ളത് കാരണം കോളേജുകാർ ഫീസ് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഫീസ് അടയ്ക്കണം. 3 ലക്ഷം രൂപ അടയ്ക്കണം. സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കണമെന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈയിടെ നിവേദനത്തെക്കുറിച്ച് സംസാരിച്ചു. ഗവൺമെൻറ് ഇറക്കിയ ഒരു ഓർഡറിൽ നേരത്തെ ഈ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സ്റ്റൈഫൻഡ്, ലംസ ഗ്രാൻഡ്, പോക്കറ്റ് മണി അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ അവരുടെ അക്കൗണ്ടിലാണ് വന്നുകൊണ്ട് കുട്ടികളുടെ. ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ മോഡിഫൈ ഇറക്കിയിട്ട് ഓർഡർ അവർ കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് വരെ ഇവരുടെ അക്കൗണ്ടിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കോളേജുകാർ പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലാണ് വരുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തരുവോ ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ഫീസും അടയ്ക്കണം. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ കുടിശ്ശികയില്ലാതെ അവരുടെ പണം കൊടുക്കണം, അല്ല എങ്കിൽ ഈ ഓർഡർ ഭേദഗതി ചെയ്യണം. കുട്ടികളെ ലംസ ഗ്രാൻഡ്, സ്റ്റൈഫൻഡ്, പോക്കറ്റ് മണിയുള്ളത് അവരുടെ അക്കൗണ്ടിൽ അയക്കുക. കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് മുൻപെന്ന പോലെ കോളേജ് തന്നെ അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ മത്സ്യബന്ധന കയറ്റുമതിയിൽ വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇപ്പോൾ ഈ പൂവാലൻ ചെമ്മീൻ, തെല്ലിച്ചെമ്മീൻ ഇവ കയറ്റുമതി ചെയ്യുന്നതിൽ അമേരിക്ക പിന്മാറി. ആമയുടെ പ്രശ്നം പറഞ്ഞാണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ആമ പിടിക്കുന്നു എന്ന് പറഞ്ഞാണ്. ആമയൊന്നും ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളും പിടിക്കാറൊന്നുമില്ല. ഇത് ഈ മത്സ്യബന്ധന കയറ്റുമതിക്കാരും ആയിട്ടുള്ള ഒരു ധാരണയാണിത്. കാരണം സീസൺ ആകുമ്പോൾ എന്തെങ്കിലും വിലയുണ്ടാകുമ്പോൾ അതിന് വില കിട്ടുന്ന അവസരത്തിൽ ഇവർ ഓരോ കാര്യങ്ങളും പറയും. പണ്ട് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അമേരിക്ക ഏർപ്പെടുത്തിയെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഇത് 2019 ഈ ആമവിരുദ്ധ പ്രശ്നം വന്ന കാരണം അമേരിക്ക പിന്മാറി നിൽക്കുന്നത്. 2024 ജൂൺ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. അന്ന് വരെ വില കിട്ടിയിരുന്നു. അന്ന് കുറച്ച് മാത്രമേ ചെമ്മീൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജൂലൈ മാസത്തിൽ അല്പം കൂടുതലായിട്ട് ചെമ്മീൻ മുൻപത്തേക്കാൾ കിട്ടി ഇത്തവണ. അങ്ങനെ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ ആമയുടെ പേരിൽ അമേരിക്ക ചെമ്മീൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 200 രൂപയ്ക്ക് ജൂൺ മാസം ലാസ്റ്റ് തൂക്കിയ ചെമ്മീൻ ജൂലൈ ആദ്യമായപ്പോൾ വെറും 65 രൂപയ്ക്ക് വാങ്ങുന്ന സ്ഥിതി. ഇത് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഈ കമ്പനിക്കാരുമാണ്. വില പറഞ്ഞെങ്കിൽ തന്നെ ഇവർ അമേരിക്ക വാങ്ങുന്നതിൽ പിന്നെ ഇവർ എങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റും? യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ജപ്പാനുണ്ട്, ഈ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാറുണ്ട്. പക്ഷേ ഈ ചെമ്മീൻ മുഴുവൻ വാങ്ങുകയും ചെയ്തു. അമേരിക്കയുടെ ആമയുടെ പ്രശ്നം പറഞ്ഞ് വില കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഇത് ശക്തമായി ഇടപെട്ട് ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ എറണാകുളത്തെ പെരിയാറിൽ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യം ചത്തുപോയി. പെരിയാറിന് തീരത്ത് ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങളുണ്ട്. എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങളും സൾഫർ, അമോണിയ തുടങ്ങിയ വിഷാംശം കലർന്ന വെള്ളം കായലിലേക്ക് കൊടുക്കാറുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം നിർബന്ധമാണ്. ഇവർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പലർക്കും ഇല്ല. ഉള്ളവർ തന്നെ പകൽ സമയത്ത് പ്രവർത്തിക്കും, രാത്രി സമയത്ത് അവർ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഈ അംശം മുഴുവൻ പോകും. അങ്ങനെയാണ്ട് ഫിഷറീസ് വകുപ്പിൻ്റെ കണക്കനുസരിച്ച് 13 കോടി രൂപയുടെ മത്സ്യമാണ് ഈ വിഷാംശം മൂലം നശിച്ചത്. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, പിന്നെ ഈ കൊല്ലം ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് കരിമണൽ ഖനനം നമുക്കറിയാമല്ലോ. പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രളയം ഉണ്ടാകുന്നു, ഒരു ഭാഗത്ത് കടലാക്രമണം ഉണ്ടാകുന്നു. ആ സമയത്ത് ഈ കരിമണൽ ഖനനം നടത്തി ഇതിൻ്റെ ഫലമായിട്ട് ആ മണ്ണെടുക്കുന്ന സ്ഥലം മുഴുവൻ സമുദ്രം കയറി വരികയാണ്. അപ്പോൾ സമുദ്രത്തിന് കയറി വരാനുള്ളൊരു സാഹചര്യം കൂടി കരിമണൽ ഖനനത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുകയാണ്.
അപ്പോൾ ആ കരിമണൽ ഖനനം ഗവൺമെൻറ് നിർത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ ഉൾനാടൻ ജലാശയം ഇപ്പോൾ നമ്മൾ പ്രളയം വരുന്നു, നമുക്ക് 81 ഡാമുകൾ, 44 നദികളും 5 കായലുകളും അതിൻ്റെ കൈവഴികളുമുണ്ട്. ഇതെല്ലാം എക്കലും മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുക. അത് കാരണം ഈ ഡാമിലും നദികളിലും കായലുകളിലും ജലം ഉൾക്കൊള്ളാനുള്ള സാഹചര്യമില്ല. അങ്ങനെയാണ് പ്രളയം ഉണ്ടാകുന്നത്. ഈ എക്കലും മണ്ണും ചെളിയും നീക്കം ചെയ്യുകയാണെങ്കിൽ എത്ര മഴ പെയ്താലും ആ ജലം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ അത് ചെയ്യുന്നില്ല. അത് ചെയ്യാതെ എല്ലാ 2018 പ്രളയത്തിന് ശേഷം ഇവർ പറഞ്ഞു എല്ലാം മാറ്റുമെന്ന് പറഞ്ഞു. ഇതുവരെ മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ അടിക്കടി ഇവിടെ പ്രളയമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതനുസരിച്ച് ഈ വെള്ളം കടലിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ആഗോളതാപനത്തിൻ്റെ ഫലമായി സമുദ്രം ഉയർന്നു വരികയാണ്. ആർട്ടിക് അന്റാർട്ടിക് മേഖലയിലെ മഞ്ഞുരുകി ജലം ഉയർന്നു വരിക. അപ്പോൾ വെള്ളം കടലിലേക്ക് എടുക്കത്തില്ല. അങ്ങനെ വരുന്നതുകൊണ്ടാണ് പ്രളയമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ തീരം സംരക്ഷിക്കാനുള്ള ഒരു നടപടി പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ മത്സ്യബന്ധന മേഖലയിൽ ഈ സർക്കാർ വന്നതിന് ശേഷം 3 ആക്ട് ഉണ്ടാക്കി. ഈ 3 മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷകരമായിട്ടുള്ള ആക്റ്റാണ്. നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള കരി നിയമങ്ങളാണ് ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നിയമങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് മാറ്റം വരുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ പേര് പറഞ്ഞ് ചവറയിൽ ആണവ നിലയം, കടലിൽ കാറ്റാടിപ്പാടം. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാനാവാത്ത ഒരു സാഹചര്യം വരിക. ഇവിടെ വൈദ്യുതി ക്ഷാമമുണ്ട്. നമുക്ക് ഉള്ള വെള്ളം കടലിലേക്ക് ഒഴുക്കിക്കളയാനുള്ള മാർഗമാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും ഡാമുകളുണ്ട്, നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉപയോഗിക്കാതെ ഈ വെള്ളം കടലിലേക്ക് ഒഴുക്കി. എന്നിട്ട് വില കൂടിയ വൈദ്യുതി വെളിയിൽ നിന്ന് വാങ്ങുക. ഇപ്പോൾ പിന്നെ ആണവ നിലയവും അതുപോലെ കാറ്റാടിപ്പാടവും നിർമ്മിക്കാനുള്ള പരിപാടിയുമായിട്ട് പോകുന്നു. അതും ഈ മേഖലയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പെൻഷൻ കുടിശ്ശിക, വളരെ അറിയാമല്ലോ, ഈ തുച്ഛമായ തുകയാണ് കിട്ടുന്നത്. അതിപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുത്താലും ഈ ബോർഡിൻ്റെ ആനുകൂല്യമാണെന്നുള്ള പേരിൽ ഇത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. പിന്നെ വരുന്നത് ഈ പ്രകൃതിക്ഷോഭം മൂലം തൊഴിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അവർ പോകത്തില്ല. പോകാതെ വരുന്ന അവസരം അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അതിന് ഒരു മിനിമം തുക മുൻപ് കഴിഞ്ഞ പ്രാവശ്യം 2000 രൂപ വെച്ച് ഒരു പ്രാവശ്യം കൊടുത്തിരുന്നു, 3000 രൂപ വെച്ച്. അപ്പോൾ ആ രീതിയിൽ ഈ കടലോര ഉൾനാടൻ മത്സ്യത്തൊഴിലാളിക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പിന്നെ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന അവസരത്തിൽ അതിനുള്ള വിഴിഞ്ഞത്തിൻ്റെ പരിപാടി ആരംഭിച്ചു. ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ വിഴിഞ്ഞം പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ ആ മേഖലയിലുള്ളവരുടെ പിന്നെ യോഗം വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തീവ്രസഭ ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും പിന്നെ പൊഴിയൂരുണ്ട്, ഗോളമുണ്ട്, പനത്തറയുണ്ട്, പൂന്തറയുണ്ട്, കൊച്ചുവേളിയുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ആ മേഖലയ്ക്ക് ആൾക്കാരുണ്ട്. അന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിരുന്നു. അന്നൊരു ധാരണയ്ക്ക് പറ്റുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ 550 കോടി രൂപയുള്ള ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കിയത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ജീവനസഭയെ വിളിക്കുന്നില്ല. അതിപ്പോൾ ജീവനസഭയെ ഒരു പൊതുവായ നയമാണ്, എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്താൽ അത് ചർച്ച ചെയ്യണമെന്ന് പറയാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല. ആ ഒരവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആ മേഖലയിലുള്ളവരെ യോഗം വിളിക്കുമ്പോൾ ജീവനസഭയ്ക്ക് പ്രാതിനിധ്യം തരുന്നില്ല. മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന അവസരത്തിൽ ആ കമ്മിറ്റിയിൽ പിന്നെ ശ്രീ പൂന്തറ ശ്രീകുമാർ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധിയായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആരെയും ആ യോഗത്തിന് പോലും വിളിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അത് ആ കാര്യത്തിൽ ഗവൺമെൻറ് അനുകൂലമായ ഒരു നിലപാടെടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.